കഴിഞ്ഞ തവണ കർണനെ പറ്റിയാണല്ലോ നമ്മൾ ചർച്ച ചെയ്തിരുന്നത്. മഹാഭാരതത്തിലെ കർണൻ്റെ ജീവിതവും അദ്ദേഹത്തിൻ്റെ ദാരുണമായ ആ അന്ത്യവും നമുക്ക് ഓരോരുത്തർക്കും ഒരു പാഠം ആവേണ്ടതാണ്. ഉന്നത കുലത്തിൽ ജനിച്ചിട്ടും പെറ്റമ്മയുടെ ചൂടറിയാനോ മാതാപിതാക്കൾ ആരാണെന്ന് പോലും അറിയാതെ കേവലം ഒരു സൂതപുത്രൻ എന്ന പേരിൽ അവഹേളനങ്ങളും കടപ്പാടുകളും കഷ്ടപ്പാടുകളും ഏറ്റുവാങ്ങിക്കൊണ്ട് ജീവിക്കേണ്ടി വന്ന കർണൻ ആ പ്രതികൂല സാഹചര്യത്തിലും പതറാതെ നിന്ന് സ്വന്തം പരിശ്രമം ഒന്നുകൊണ്ട് മാത്രം ആർജിച്ചെടുത്ത കഴിവുകൾ എല്ലാം അവനവൻ്റെ അഭിവൃദ്ധിക്ക് വേണ്ടി പോലും വിനിയോഗിക്കാതെ ആപത്തിൽ തുണയായിട്ട് നിന്ന ദുര്യോധനന് ഒഴിഞ്ഞു വച്ച് അവസാനം ആ ജീവൻ പോലും അവിടെ ബലിയർപ്പിച്ച ആ നിസ്വാർത്ഥനായിട്ടുള്ള കർണനെപ്പോലെ ഉള്ള ഹതഭാഗ്യര് ഈ കാലഘട്ടത്തിലും അധികം ആരാലും അറിയപ്പെടാതെ നമുക്ക് ചുറ്റും ജീവിക്കുന്നത് വളരെ ചുരുക്കം ആണെങ്കിൽ പോലും ഒന്ന് മനസ്സിരുത്തി നോക്കിയാൽ, ചുറ്റും നോക്കിയാൽ നമുക്ക് കാണുവാൻ സാധിക്കും. പ്രതികൂല സാഹചര്യത്തെ ഇത്രയേറെ പൊരുതി നിന്നുകൊണ്ട് അതിജീവിച്ച മറ്റൊരു വ്യക്തി ഉണ്ടെങ്കിൽ അത് ശ്രീകൃഷ്ണൻ മാത്രമാണ്. അർജുനന് ശ്രീകൃഷ്ണൻ എന്ന പോലെ തന്നെ കഴിവുറ്റ ഒരു തേരാളിയെ കർണന് ലഭിച്ചിരുന്നു. അതാണ് ശല്യര്. നകുലൻ്റെയും സഹദേവൻ്റെയും അമ്മയായ മാദ്രിയുടെ സഹോദരൻ, അതായത് പാണ്ഡവരുടെ മാതുലൻ. അർജുനൻ തളർന്ന സന്ദർഭത്തിൽ ശ്രീകൃഷ്ണൻ അദ്ദേഹത്തെ സന്ദർഭോചിതമായിട്ടുള്ള ഉപദേശങ്ങൾ കൊണ്ട് മാനസികമായിട്ട് ഉത്തേജിപ്പിച്ചപ്പോൾ ഈ ശല്യരാകട്ടെ കർണൻ്റെ കഴിവുകളെ ഇടിച്ചു താഴ്ത്തിയിട്ട് അവഹേളനപൂർവം തളർത്താനാണ് ശ്രമിച്ചത്. പാണ്ഡവരെ അപേക്ഷിച്ച് അംഗബലം കൗരവർക്ക് വളരെ കൂടുതലുണ്ടായിരുന്നിട്ടും പലർക്കും മാനസികമായിട്ട് ഈ പാണ്ഡവരോടായിരുന്നു കൂടുതൽ അടുപ്പം. ആ അടുപ്പം അവസരോചിതമായിട്ട് പാണ്ഡവരെ വേണ്ട പോലെ ഉപയോഗപ്പെടുത്തിക്കൊണ്ടും ഇരുന്നു. ശക്തിയെ യുക്തി കൊണ്ട് സമൃദ്ധമായിട്ട് നേരിടാൻ ശ്രീകൃഷ്ണൻ അവരെ സഹായിച്ചു എന്ന് സാരം. സർവധർമാൻ പരിത്യജ്യ മാമേകം ശരണം വൃജ അഹം ത്വാം സർവപാപേഭ്യോ മോക്ഷയിഷ്യാമി മാ ശുചാഹ. സർവതും ഉപേക്ഷിച്ച് എന്നെ ശരണം പ്രാപിച്ച നിന്നെ സകല പാപങ്ങളിൽ നിന്നും തീർച്ചയായിട്ടും ഞാൻ മോചിപ്പിച്ചിരിക്കും എന്നും മറ്റുമുള്ള ഉത്തേജക വാക്കുകൾ ശ്രീകൃഷ്ണൻ പലപ്പോഴായി അർജുനന് ഉപദേശിച്ചപ്പോൾ ഈ ശല്യരാകട്ടെ കൗരവരുടെ എച്ചിൽ തിന്നുകൊണ്ട് മതിച്ചു നടക്കുന്ന നിന്റെ അഹങ്കാരത്തിന് അധികം ആയുസില്ല എന്ന് മറ്റുള്ള കൊള്ളിവാക്കുകൾ പറഞ്ഞാണ് കർണനെ തളർത്തുവാനാണ് പരിശ്രമിച്ചുകൊണ്ടിരുന്നത്. എഴുത്തച്ഛൻ ഇതിന് ഒരു ഉത്തമ ഉദാഹരണം അദ്ദേഹത്തിൻ്റെ മഹാഭാരതത്തിൽ എഴുതി ചേർത്തിട്ടുണ്ട്. നമുക്കതൊന്ന് പരിശോധിക്കാം. ഇവിടെ ശല്യര് കർണനെ എച്ചിൽ കൊടുത്ത് വളർത്തിയ ഒരു കാക്കയോട് ഉപമിച്ചുകൊണ്ട് അതിനുണ്ടായ അതേ ദുർഗതി അഹങ്കാരിയായിട്ടുള്ള നിനക്കും അധികം വൈകാതെ തന്നെ ഉണ്ടാകാൻ പോവുകയാണെന്ന് പറഞ്ഞുകൊണ്ട് നാശത്തിൻ്റെ ആ കഥ വിവരിച്ച് കേൾപ്പിക്കുകയാണ്. വളരെ ലളിതമായിട്ടുള്ള വാക്കുകളാണെങ്കിലും തികച്ചും അർത്ഥവത്താണ് അവ. നനമതേ കർണ പുനരിതു കേൾനി എന്ന് തുടങ്ങിയിട്ട് നിനക്ക് തുല്യനായ ഒരു കാകന്റെ കഥ ഇത് കേട്ടുകൊള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ വിവരിക്കുകയാണ്. ദിനം തോറുമെച്ചിൽ കൊടുത്തൊരു വൈശ്യ തനയന്മാരായ കുമാരന്മാർ മുന്നം വളർത്താരെന്നതു നിമിത്തം അക്കാകൻ പുളച്ചഹങ്കരിച്ചരയന്നങ്ങളെ മതത്തോടു ചെന്നു വിളിച്ചിതാഴിയെ കടക്കണം പറന്നിനി നാം എല്ലാവരും. വൈശ്യകുമാരന്മാരുടെ എച്ചില് ദിവസം തോറും തിന്ന് തടിച്ചു കൊടുത്ത ഒരു കാക്ക ഇതാണ് ലോകത്തിലേക്ക് ഏറ്റവും
ഉത്തമമായിട്ടുള്ള ജീവിതം എന്ന് കണക്കാക്കി അഹങ്കരിച്ച് നടന്നുകൊണ്ടിരുന്നപ്പോൾ കുറേ അരയന്നങ്ങളെ കാണുകയും അവരെ ചെന്ന് വെല്ലുവിളിക്കുകയും ചെയ്തു. എന്താണ് ആ വെല്ലുവിളി? നമുക്ക് ഈ സമുദ്രത്തിൻ്റെ മോളിക്കൂടെ ഒന്ന് വാത് വച്ച് പറക്കാമെന്നും അതിൽ ആരാണ് ജയിക്കുന്നത് എന്നും ഒന്ന് പരീക്ഷിച്ചു നോക്കാം എന്ന് പറഞ്ഞ് അവരെ വെല്ലുവിളിക്കുകയാണ്. അതു കേട്ടുള്ളിൽ കൗതുകത്തോടന്നവും ഉദധിതന്മിതേ പറന്നിതു മെല്ലെ. അരയന്നങ്ങൾ ഇത് കേട്ട് പതുക്കെ ആ സമുദ്രത്തിൻ്റെ മുകളിൽ കൂടെ പതുക്കെ പതുക്കെ പറന്നു തുടങ്ങി. അപ്പോൾ ആ കാക്ക അതിലും മേൽഭാഗത്തധികം വേഗത്തിൽ അതിമോദത്തോടു പറന്നു കാകനും. കാക്ക അന്നേരം അവരെക്കാലിൻ്റെ വേഗത്തിൽ അതിലും മുകളിലായിട്ട് നല്ല വേഗത്തിൽ പറന്നുകൊണ്ടിരുന്നു. അപ്പോൾ തെളിഞ്ഞു വായസഗണവുമന്നേരം കാക്കക്കൂട്ടങ്ങൾക്കൊക്കെ വലിയ സന്തോഷമായി. കണ്ടോ, ഇവനാണ് ഏറ്റവും ശക്തിയിലും ഏറ്റവും ഉയരത്തിലും പറക്കുന്നത് എന്ന് ആഹ്ലാദിച്ചിരുന്നപ്പോൾ തെളിഞ്ഞു വായസഗണവുമന്നേരം തളർന്നു കാകനും ചിറകുമന്തിച്ചു കുഴഞ്ഞു വെള്ളത്തിൽ പിടഞ്ഞു വീണുടൻ കഴിഞ്ഞു കാകൻ തൻ അഹങ്കാരമെല്ലാം. ഇങ്ങനെ ഈ കഥ കർണനോട് പറയുകയാണ്. അത് യുദ്ധത്തിൻ്റെ ഏറ്റവും നിർണായകമായിട്ടുള്ള മുഹൂർത്തത്തിൽ അർജുനനുമായിട്ട് നേർക്ക് നേരെ ഏറ്റുമുട്ടുവാൻ വേണ്ടി സർവ സന്നാഹങ്ങളോടുകൂടി തയ്യാറായ ആ സന്ദർഭത്തിലാണ് മാനസികമായിട്ട് കർണനെ തളർത്തണം എന്ന ലക്ഷ്യത്തോടു കൂടി ശല്യര് ഈ കഥ അവതരിപ്പിക്കുന്നത് എന്നുകൂടി നാം ഓർക്കണം. ഇനിയുമുണ്ട് ഇതുപോലെ അനേകം സന്ദർഭങ്ങൾ. എവിടെ കൃഷ്ണാർജുനന്മാർ? എനിക്ക് അവരെ നേരിടാനായിട്ട് എത്രയും പെട്ടെന്ന് എന്നെ ആ സ്ഥലത്തേക്ക് എത്തിക്കൂ എന്ന് ആവശ്യപ്പെട്ട കർണനെ ശല്യര് അകലേ നിന്ന് അവരെ ചൂണ്ടിക്കാണിച്ചു കൊടുക്കുന്ന ഒരു സന്ദർഭവും ഇതിൽ വിവരിക്കുന്നുണ്ട്. അത് നമുക്ക് ഏവർക്കും സുപരിചിതമായിട്ടുള്ള നിറന്ന പീലികൾ നിരക്കവേ കുത്തി നെറുകയിൽ കുട്ടിത്തിറമൊടു കെട്ടി കരിമുകിലൊത്ത ചിഗുരഭാരവും മണികൾ മിന്നിടും മണിക്കിരീടവും കുനുകുനച്ചിന്നും കുറുനിരതന്മേൽ നനുനനെപ്പൊടിഞ്ഞൊരു പൊടി തട്ടി തിലകവുമൊട്ടു വിയർപ്പിനാൽ നനഞ്ഞുലക് സൃഷ്ടിച്ചു ഭരിച്ചു സംഹരിച്ചിളകുന്ന ചില്ലിയുകളഭംഗിയും എന്ന ആ കീർത്തനാണത്. ഏതാപത്തിലും അർജുനനെ സഹായിക്കാനായിട്ട് തേർത്തട്ടിൽ സർവഥാ തയ്യാറായിട്ട് നിൽക്കുന്ന ശ്രീകൃഷ്ണൻ്റെ ആ പാർത്ഥസാരഥി രൂപത്തെ ശല്യര് വർണ്ണിച്ചുകൊണ്ട് പ്രത്യക്ഷത്തിൽ അദ്ദേഹത്തെ കാണിച്ചു കൊടുക്കുന്നതായിട്ടാണ് എഴുത്തച്ഛൻ ഈ വരികളിലൂടെ കാണിക്കുന്നത്. എന്നിട്ട് അജയരായ അവരെ ശരിക്കും ഒന്ന് കണ്ടിട്ട് മതി നിന്റെ ഈ വീമ്പ് പറച്ചിൽ എന്നൊരു ഉപദേശവും കൊടുത്തു ശല്യര്. ശത്രുവിനെ തളർത്താൻ വേണ്ടി മറുപക്ഷക്കാർ ഇന്നും പ്രയോഗിക്കുന്ന ഒരു സൈക്കോളജിക്കൽ അപ്രോച്ചാണ് ശല്യര് കർണന് നേരെ അന്ന് ഉപയോഗിച്ചു കൊണ്ടിരുന്നത്. പാണ്ഡവർക്ക് ശല്യര് കൊടുത്ത വാഗ്ദാനമാണത്. സമയം കിട്ടുമ്പോഴെല്ലാം കർണനെ തളർത്താൻ തൻ്റെ കഴിവിൻ്റെ പരമാവധി പരിശ്രമിക്കാം എന്നത്. ഇത് തന്നെയാണ് ഭീഷ്മരും ദ്രോണരും കർണനോട് ചെയ്തിരുന്നത്. യുദ്ധത്തിൻ്റെ തലേ ദിവസമാണ് പാണ്ഡവർ തൻ്റെ അനുചരാണെന്ന സത്യം കർണൻ മനസ്സിലാക്കുന്നത്. അതും പെറ്റമ്മയായ കുന്തിയിൽ നിന്ന്. താൻ ആജന്മ ശത്രുവായിട്ട് ആരെയാണോ കണക്കാക്കിയിരുന്നത് ആ അർജുനൻ തൻ്റെ സ്വന്തം അനുജനാണെന്ന് ഞെട്ടിക്കുന്ന സത്യം കുന്തിയിൽ നിന്നും കർണൻ നേരിട്ട് മനസ്സിലാക്കുകയാണ്. അതുമാത്രമല്ല, രാജപദവിക്ക് എന്തുകൊണ്ടും അർഹൻ ഇരുപക്ഷത്തിലും മൂത്തപുത്രനായ കർണൻ തന്നെയാണ് എന്നും അതുകൊണ്ട് കർണൻ മറുപക്ഷം ചേർന്നാൽ ഈ യുദ്ധം തന്നെ അവസാനിക്കും എന്ന് കുന്തി അദ്ദേഹത്തെ ധരിപ്പിച്ചു. താൻ ആരെ നശിപ്പിക്കാനാണോ ദുര്യോധനനോടുള്ള കർത്തവ്യത്തിൻ്റെ പേരിൽ തൻ്റെ സർവ കഴിവുകളും ശക്തിയും ഉപയോഗിച്ച് ഇതേവരെ പ്രയത്നിച്ചു വന്നത് അവര് തൻ്റെ സ്വന്തം സഹോദരന്മാരാണെന്നും അവരെ കൊല്ലരുതെന്ന് യാചിച്ചുകൊണ്ട് തൻ്റെ മുൻപിൽ
കരഞ്ഞുകൊണ്ട് നിൽക്കുന്ന ആ സ്ത്രീ തൻ്റെ പെറ്റ അമ്മയാണെന്നും അറിഞ്ഞ ആ നിമിഷം ഒരു ധീരനായ പോരാളിക്ക് നേരിടേണ്ടി വന്ന ഏറ്റവും വലിയ ആഘാതമാണത്. തുടർന്നുള്ള ഭാഗങ്ങൾ നമുക്ക് നാളെ മനസ്സിലാക്കാം. നമസ്കാരം.